ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ആനിമേഷൻ എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്യാരക്ടറെ മൂവ് ചെയ്യിക്കുന്നതെന്നാണ്. മൂവ്മെൻറ്റിനായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓടുന്ന ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ക്യാരക്ടർ ഓടുന്നത് എങ്ങനെ ആനിമേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതിനായി നിങ്ങൾ റണ്ണിങ് സൈക്കിൾസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ക്യാരക്ടർ ഓടുന്ന രീതിയിൽ വരച്ചെടുക്കുക. ഇവിടെ കാണിക്കുന്നത് ആനിമേഷൻ ഓടുന്ന ക്യാരക്ടറെയാണ്. നടക്കുന്നതും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ സ്പീഡ് കൂട്ടി ഓടുന്നതും സ്പീഡ് കുറച്ച് നടക്കുന്നതുമാണ് ചെയ്യുന്നത്. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്യാരക്ടറെ മൂവ് ചെയ്യിക്കാനായി അയാൾ ഓടുന്ന രീതിയിലുള്ള രൂപങ്ങൾ ക്രമത്തിൽ വരച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യമായി നമുക്കൊരു പേപ്പറിനുള്ളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചെടുക്കുക. അതായത് മരമോ അല്ലെങ്കിൽ ഒരു വീടോ റോഡോ ഒക്കെ ആയിട്ട് ഒരു ചിത്രം വരച്ചെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വരച്ച ചിത്രം ഒരു എക്സാം ബോർഡിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു അല്ലാതെ ഈ പേപ്പർ വെക്കുവാണെങ്കിൽ ക്യാരക്ടറെ വെക്കുന്ന സമയത്ത് ഈ പേപ്പറിൻ്റെ പൊസിഷൻ ഇതുപോലെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി എക്സാം ബോർഡ് വെക്കുന്നത്. ഇനി നിങ്ങൾ ക്യാരക്ടറെ വെച്ച് മാറുമ്പോൾ പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊന്നും പോകത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എക്സാം ബോർഡിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പേപ്പർ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വെട്ടിയെടുത്ത കഥാപാത്രത്തെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ വെക്കുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയെല്ലാം വെച്ച ശേഷം ഇത് ഫോട്ടോ എടുക്കുക. വീണ്ടും കൈകൊണ്ട് പെതുക്കി അത് ഒരു തവണ കൂടെ മുന്നോട്ട് അതേ ചിത്രം മൂവ് ചെയ്യിക്കുക. വീണ്ടും ഫോട്ടോ എടുക്കുക. ഇനി വേണം ഇതിൻ്റെ രണ്ടാമത്തെ ചിത്രം അവിടെ കൊണ്ട് വെക്കാൻ. അതായത് ആ സ്ക്രീനിൽ നിന്ന് അത് തെന്നിപ്പോകുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ വെച്ച ശേഷം അത് അമർത്തി പിടിച്ചുകൊണ്ട് നേരത്തെ പിക്ചർ അവിടുന്ന് മൂവ് ചെയ്യിക്കുക. ഇനി ഇത് പെതുക്കെ കൈ രണ്ടും സാവധാനം എടുത്തുകൊണ്ട് പിക്ചർ അവിടുന്ന് തെന്നിപ്പോകാതെ അങ്ങനെ തന്നെ വെച്ച് ഫോട്ടോ എടുക്കുക. വീണ്ടും കൈ കൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ അതേ പിക്ചർ മൂവ് ചെയ്യിക്കുക മുന്നോട്ട്. വീണ്ടും ഫോട്ടോ എടുക്കുക. ഇതേ സൈക്കിൾ വീണ്ടും തുടരുക. അതായത് അടുത്ത പിക്ചർ അവിടെ കൊണ്ടുവെക്കുക. ശേഷം അതിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും കയ്യോ കാലോ ആ ഭാഗത്ത് കൈ വെച്ച ശേഷം മറ്റേ പിക്ചർ വലിച്ച് കൈകൊണ്ട് മാറ്റി സ്ക്രീനിൽ നിന്ന് മാറ്റുക. വീണ്ടും ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ഇത് തുടരുക. ഈ ക്യാരക്ടർ ഇവിടെ വരെ നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കണമോ അതുവരെ ഇങ്ങനെ തന്നെ തുടരുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാരക്ടർ തെന്നി സ്ക്രീനിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം വീണ്ടും ആദ്യം തൊട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇതാണ്. ഇതിങ്ങനെ കുറച്ച് മെനക്കേടാണ്. ഇങ്ങനെ മെനക്കെട്ട് വലിച്ച് മാറ്റുകയും ഇങ്ങനെ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഓക്കെ, സ്വന്തം റിസ്ക് ചെയ്യുക. ഈ ക്യാരക്ടർ എല്ലാ പിക്ചറും ഒരു തവണ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിക്കണം. സേവ് ചെയ്ത എല്ലാ ഫോട്ടോയും കാർട്ടൂൺ ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മൾ കാർട്ടൂൺ മോഡിലേക്ക് ആക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റർ എടുക്കുക. ഞാൻ അവിടെ യൂക്കട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കയറിയ ശേഷം ഫോട്ടോസ് എന്നാണ് സെക്ഷൻ എടുക്കുക. അവിടെ നമ്മൾ കാർട്ടൂൺ ഫിൽറ്റർ ചെയ്ത എല്ലാ ഫോട്ടോയും വന്ന് കിടപ്പുണ്ട്. അത് ക്രമത്തിൽ ആദ്യം തൊട്ടാൽ ഓടുന്ന ഓരോ സ്റ്റെപ്പും ക്രമത്തിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യുക. കൃത്യമായി ക്രമത്തിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് സംഭവിക്കും. വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം കൃത്യമായ ക്രമത്തിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 0.1 ഓർ 0.2 കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. മറ്റ് വീഡിയോ എടുത്തിട്ട് വേറെ രീതിയിലായിരിക്കും. നിങ്ങളിനി ചെയ്യേണ്ടത് പ്ലേ ചെയ്യുക. അപ്പോൾ വീഡിയോസിന് ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് ഫോട്ടോ ചടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അയാൾ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇത് സേവ് ചെയ്യുക.
വീഡിയോ എഡിറ്റർ എടുക്കുക. ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ തലകുത്തനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുക. ശേഷം യൂട്യൂബ് എന്ന സെക്ഷനിൽ കൊടുക്കുക. ഇനി റൊട്ടേറ്റ് ചെയ്യുക. കൃത്യമായി റൊട്ടേറ്റ് ചെയ്യുക. ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് സ്ക്രീനിൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സ്ക്രീനിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭാഗമെല്ലാം സ്ക്രീനിൽ കാണാത്ത വിധം നമ്മൾ ഇത് സൂം ചെയ്ത് ഇതുപോലെ സ്ക്രീനിൽ വെക്കുക. അടുത്ത സെക്ഷനിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ വേഗത്തിൽ ചലിക്കും. അപ്പം ഇയാൾ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും.